ഹായ് ഫ്രണ്ട്സ്, മൈ ഓണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ചിക്കൻ മുളകിട്ടത്. നമുക്കൊരു 3/4 കിലോ ചിക്കൻ, ഏകദേശം കുറച്ച് എല്ലുള്ള ചിക്കനാണ്, അധികം എല്ലില്ല. ആ ചിക്കനകത്തോട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കണം. പിന്നെ കറിവേപ്പില, പച്ചമുളക് അതൊക്കെ നമുക്ക് പിന്നീട് ചേർക്കേണ്ടതാണ്. കുറച്ച് ഈ ചിക്കനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേശം വിനാഗിരി, കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഏകദേശം ഒരു അരമണിക്കൂറോളമെങ്കിലും നമുക്കിതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നാൽ മാത്രമേ ചിക്കന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം അരമണിക്കൂർ ഇത് പുരട്ടി വയ്ക്കണം. അപ്പം നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ടിട്ട് അതിലോട്ട് ഈ ചിക്കൻ പീസെല്ലാം പെറുക്കി എടുത്തിട്ടിട്ട് ഒത്തിരി ഹാർഡായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കരുത്. ഒരു മീഡിയം പരുവത്തിൽ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇത് ഒന്ന് കോരിയെടുക്കണം, വറുത്ത് കോരിയെടുക്കണം. വറുത്ത് കോരിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് സബോള, ചെറിയ ഉള്ളി ചേർത്താലാണ് നല്ല ടേസ്റ്റ് വരുന്നത്. ചെറിയ ഉള്ളി അത്രയും എടുക്കാനും സമയം ഇല്ലാഞ്ഞത് കാരണം പെട്ടെന്ന് തന്നെ ചെറിയ 2 സബോളയാണ് എടുത്തത്. അപ്പോൾ ആ എണ്ണയിലോട്ട് തന്നെ സബോളയും കരിവേപ്പിലയും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കി ചതച്ച് വെച്ചിരിക്കുന്നുണ്ട്, അതും കൂടെ ഇട്ട് നല്ല പോലെ ഒന്ന് നല്ല ഫ്രൈ ആയി വരണം. ഫ്രൈ ആയി വരുമ്പോൾ അതിനകത്തോട്ട് ലേശം ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മുളക് ചതച്ചതും കൂടി ഇട്ടിട്ട് എല്ലാ ആവശ്യത്തിന് എരിവ് അനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ചേർക്കാം. എല്ലാം ഫ്രൈ ആയി വരുമ്പോൾ അതിനകത്തോട്ടൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ട് നല്ലതായിട്ട് ഇതായി വരുമ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ച് നല്ല പോലെ ഒന്ന് എല്ലാം ഇളക്കി ഒരു തിള വരുമ്പം നമുക്ക് ചിക്കൻ പീസും കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ട് ഇളക്കി ഒരു 5-6 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കണം. അതിനുശേഷം അടപ്പെല്ലാം എടുത്ത് മാറ്റി ഒന്നും കൂടെ എല്ലാം ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി വെള്ളം നല്ലതായിട്ട് പറ്റണം. എന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ ലേശം കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടിട്ട് നമുക്ക് ചപ്പാത്തിക്കോ അതുപോലെ എന്തെങ്കിലും ബ്രെഡ് അങ്ങനെയുള്ള പൊറോട്ടയുടെ ഒക്കെ കൂട്ടത്തിൽ നമുക്ക് കഴിക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു വിഭവമാണ് ഈ ചിക്കൻ മുളകിട്ടത്. ഇതിന് എന്ത് പേര് വേണേലും നിങ്ങൾക്ക്, ഞാനൊരു പേരിട്ടതാണ് ചിക്കൻ മുളകിട്ടതെന്ന്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രൈ കറിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. എല്ലാവരും വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും താങ്ക് യു.